അറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ചിരിച്ചുകൊണ്ട് നോക്കുന്നവർ, നമ്മളോട് സന്തോഷത്തോടെ സംസാരിക്കുന്നവർ, നമ്മളോട് ചിരിച്ചുകൊണ്ട് ഇടപെടുന്നവർ മനസ്സിനകത്ത് വാശിയും വൈരാഗ്യവും വെച്ച് നമ്മളെ തകർത്ത് കളയാൻ അവസരങ്ങൾ കാത്തിരുന്ന നിരവധി സമയങ്ങൾ ഉണ്ടാകാം. പക്ഷെ നാം അത് അറിഞ്ഞിട്ടില്ല. നാം അറിയാതിരിക്കട്ടെ. ദൈവം അവരോട് ഇടപെടുവാനിടയായി. എന്റെ ദാസനെ തുടരുക, എന്റെ ജനത്തെ തുടരുക, ആ കുടുംബത്തെ തുടരുക, ആ തലമുറയെ തുടരുക, അവരെ കൊണ്ടുപോകരുത്. ആ ദൈവത്തിന്റെ ശബ്ദം അത് ഉയർത്തിക്കേണ്ടതുകൊണ്ടോ ദൈവം നമ്മളെ വിടുവിച്ചത്. ഈ പകൽക്കാലം തിരിച്ചറിയണം. മനുഷ്യന്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. പകരും ആ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ. മനുഷ്യന്റെ കയ്യിൽ നിന്ന് ദൈവം നമ്മളെ എന്ത് ചെയ്യും? വിടുവിക്കും. ദൈവങ്ങളെ, ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ചിലര് പറയുന്ന വാക്കുകൾ കേട്ട് നാം ഭയപ്പെടരുത്. അല്ലെ, നമ്മുടെ വീടിന് മുറ്റത്ത് അതോ ഇതോ ഒക്കെ കിടക്കുന്ന കണ്ടെന്ന് ചെയ്യരുത്. നമ്മൾ പേടിക്കരുത്. അതൊക്കെ നമ്മൾ കണ്ടെന്ന് വരാം, അതൊക്കെ ഇട്ടെന്ന് വരാം, വീണെന്ന് വരാം. ഞാനിത് തെളിച്ചു പറയുന്നില്ല എന്നുള്ളത്. ഇതൊന്നും കണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. ചിലർക്ക് അത് കണ്ടാൽ മതി, അന്നേരം BP കൂടും. പേടിക്കരുത്. മനുഷ്യന്റെ കയ്യിൽ നമ്മളെ വിടുവിക്കുന്നത് ദൈവമാണ്. ഒരു ചിന്തയൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിലൂടെ വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. അതേ ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ എന്ത് ചെയ്യേണ്ടി വന്നു? ഇത് പറഞ്ഞാൽ മനസ്സിനകത്ത് വിചാരിച്ച് ഇനി രക്ഷപ്പെടത്തില്ല, മരിക്കുമെന്ന്. അടുത്ത വാക്ക്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? വിടുവിച്ചു. വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിപ്പാൻ. 3 ടെൻസ് അവിടെ പറഞ്ഞു. ഒന്ന് പാസ്റ്റ് ആൻഡ് പ്രസന്റ്, 3 ഫ്യൂച്ചർ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉണ്ടാവും. 1 ഇത്ര ഭയങ്കര മരണത്തിൽ അവൻ എന്ത് ചെയ്തു? വിടുവിച്ചു. വിടുവിക്കുകയും ചെയ്യും. മേലാൽ വിടുവിപ്പാൻ അവൻ ശക്തനാണ്. 3-ാമത്തെ ചിന്ത, ഭയങ്കര മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. എന്റെ ചോദ്യം, പ്രാണന് നേരെ ഉയരുന്ന വെല്ലുവിളിയിൽ അപ്പന് വിടുവിപ്പാൻ കഴിയുമോ? അമ്മയ്ക്ക് രക്ഷിപ്പാൻ കഴിയുമോ? അവർക്ക് എവിടെ വരെ വരാൻ കഴിയും? ജീവിത പങ്കാളിക്ക് കഴിയുമോ? ഹോസ്പിറ്റൽ വരെ അവർക്ക് വരാൻ കഴിയും. ഐസിയുവിന്റെ മുൻപിൽ ആ വാതിൽക്കൽ വരെ വന്ന് കാത്തു നിൽക്കാൻ കഴിയും. അതിനകത്ത് കയറാൻ അവർക്ക് കഴിയത്തില്ല. ഇനിയും അതിനകത്ത് നമ്മളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിന് കഴിയുമോ? നഴ്സസിന് കഴിയുമോ? ഞാൻ അവരെ വില കുറിച്ച് പറഞ്ഞതല്ല. അവരവരുടെ പ്രൊഫഷൻ നന്നായി ചെയ്യുന്നവരാ. ഒരു പ്രാണനും നഷ്ടപ്പെടാതിരിക്കാൻ അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി സ്ട്രെയിൻ എടുത്ത് അവരെ ശുശ്രൂഷിക്കുന്നവരാണ്. വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ചിന്ത ഇതാണ്. അവരൊടുവിൽ പറയുന്ന വാക്കുണ്ട്, മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാ, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാ. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിനിടയ്ക്ക് എന്ത് സംഭവിക്കാം? ഞങ്ങളുടെ കയ്യിലല്ല, ഇത് ഞങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറത്താണ്. ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. പിന്നെ അവർ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊള്ളുക. എന്താ വാക്കിന്റെ അർത്ഥം? മരണത്തിന് വിടുവിപ്പാൻ ആർക്കാ കഴിയുന്നത്? അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ 2025 മരണത്തെ മുഖാമുഖമായി കണ്ടവരില്ലേ? മരണത്തോടടുത്തവരില്ലേ? അതേ, രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിച്ചവരില്ലേ? ഇനി ഒരു തിരിച്ചുവരവില്ലെന്ന് നാം ചിന്തിച്ചില്ലേ? എത്രയോ അപകടങ്ങൾ, എത്രയോ രോഗങ്ങൾ, എത്രയോ അനർത്ഥങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ വന്നില്ലേ? എന്നാൽ ഈ 10-ാം മാസം, ഈ 17-ാം തീയതി കത്രപാതവളത്തിൽ ഇരിപ്പാൻ നമുക്ക് കഴിഞ്ഞ ദൈവത്തിന്റെ കൃപയാണ്. പൗലോസ് പറയുകയാ, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് അവൻ ഞങ്ങളെ വിടുവിപ്പാനിടയായി. ഈ ഭാഗം ഞായറാഴ്ച തുടർന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. ഇത്ര ഭയങ്കര മരണം എന്ന് പറയുമ്പോൾ താൻ മറ്റാരുടെയും ചരിത്രമല്ല,
തന്റെ അനുഭവങ്ങളാ പറയുന്നത്. മൃഗയുദ്ധം ചെയ്യേണ്ടി വന്ന ഒരു മനുഷ്യനാണ്, കടലിനകത്താപത്തുണ്ടായ ഒരു മനുഷ്യനാണ്, അണലി കടിച്ച് മരിച്ചു വീഴേണ്ട ഒരു മനുഷ്യനാണ്. അതൊക്കെ ഞായറാഴ്ച നമുക്ക് ഭാഗം ചിന്തിക്കാം. അനുഭവങ്ങളുടെ പാഠശാലയിൽ തീച്ചൂളയിലൂടെ കയറി ഇറങ്ങിയ ആ ദൈവവൃത്യം പറയുക, ഉള്ളിൽ ഞാൻ ചിന്തിച്ചതാ മരിച്ചെന്ന് പറഞ്ഞെന്നെ വലിച്ചെറിഞ്ഞതാണ്. പക്ഷെ ദൈവം മരണത്തിന് വിട്ടുകൊടുത്തില്ല. എന്താ അതിന്റെ കാരണം? എനിക്ക് എഴുതിയ ആയുസ് തീരാത്തത് കൊണ്ട്, എന്റെ പേര് എഴുതിയ വിധി എഴുത്ത് അവസാനിക്കാത്തത് കൊണ്ട്, എനിക്ക് ആയുസിനെ ദൈവം ദീർഘമാക്കി നൽകി തരാൻ ദൈവം തീരുമാനിച്ചത് കൊണ്ട് മരണത്തിന് എന്നെ തൊടാൻ കഴിഞ്ഞില്ല. ഉള്ളിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാതെ വേണ്ട ഉള്ളിൽ ഞാൻ ചിന്തിച്ചതാണ് മരിച്ചു പോകുമെന്ന്. പക്ഷെ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചെന്ന് ഇന്ന് പകൽക്കാലം ആരാ വിടുവിക്കുന്നത്? ദൈവത്തിനല്ലാതെ ആർക്കും വിടുവിപ്പാൻ കഴിയത്തില്ല. നാം കഴിച്ച ആഹാരമല്ല നമ്മളെ വിടുവിച്ചത്, നാം കൊണ്ടു നടക്കുന്ന വാഹനമല്ല നമ്മളെ രക്ഷിച്ചത്. തമ്പുരാന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരമാണ് നമ്മെ രക്ഷിച്ചത്. ഇന്ന് പകലും ദൈവത്തിന്റെ പൈതലെ വിടുവിക്കുന്നവൻ നമുക്ക് വേണ്ടിയുണ്ട്. അവൻ സിയോനിൽ നിന്ന് വെളിപ്പെടുന്നവനാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. ആരാണ് വിടുവിക്കുന്നത്? അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന, നിത്യ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന, അതേ നമ്മുടെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന, വലിയ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതെ വണ്ണം നമ്മെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവം.